പ്രയാസങ്ങൾ തീരെ മറന്നു നന്മകൾ ചെയ്തു നീ ഉള്ളിൽ പുൽക്കൂടൊരുക്കൻ്റെ കുഞ്ഞേ. യേശുവിൻ്റെ കുഞ്ഞെ, ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് മറിയത്തിൻ്റെ കൺഫ്യൂഷനോട് കൂടിയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഈ വചനം കേട്ടവൾ അസ്വസ്ഥയായി. ലൂക്ക 1:29. സഹോദര, നിന്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത, കൺഫ്യൂഷൻസ്, ഇവയൊന്നും സ്വയം തീർക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് നീ അറിയണം. നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ പദ്ധതി കൊണ്ടോ നിന്റെ ആശങ്കകളും നിന്റെ കൺഫ്യൂഷനും തീർക്കാൻ നിനക്കാവില്ല. ഇതിൻ്റെ ഉത്തരം ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ കുരുക്കഴിക്കും. നിനക്ക് മേലെയുള്ള ഒരു പ്രിൻസിപ്പിളാണ്, ഒരു മാനദണ്ഡമാണ് നിന്റെ ജീവിതത്തിന്റെ ആധാരം. നീ അല്ല, പരിശുദ്ധാത്മാവ്. അത്യുന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇറങ്ങി വരുമ്പം നിന്റെ കുരുക്ക് പൊട്ടും, നിന്റെ കുരുക്കഴിയും, നിന്റെ കൺഫ്യൂഷൻ മാറും. ഇന്ന് നിനക്കുള്ള ആശങ്കകളും ഭാരങ്ങളും ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളുമായി പരിശുദ്ധാത്മാവിനോട് പറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കച്ചി പോലെ കരിഞ്ഞു വരണ്ടു കിടക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ലൂക്ക 1:35 ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിക്കാൻ പറ്റിയ സുഹൃതജപം കൂടിയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കും, എൻ്റെ കുരുക്കഴിയും, എൻ്റെ കെട്ടുപൊട്ടും. നീ ആവർത്തിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ.